ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഡേറ്റ്സ് ബോളിംഗ് കസ്റ്റാർഡ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ളത് കാണാം. ഫസ്റ്റ് ഇതിന് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 3 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയും 3.5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാര മാത്രമായിട്ടും യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പഞ്ചസാരയുടെ അളവിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്താൽ മതി. ഇനി ഇത് രണ്ടും പാലിലേക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം പാൽ തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പാല് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ 3.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാല്, അതല്ലെങ്കിൽ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാല് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒട്ടും കട്ടയില്ലാത്ത രൂപത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തിളക്കുന്ന പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആകെ കട്ട കുത്തും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് പാലിൽ ഇതുപോലെ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ കസ്റ്റാർഡ് പൗഡർ നല്ലതുപോലെ ഇവിടെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഫ്ലെയിം ലോ ആക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ കസ്റ്റാർഡ് ചേർത്ത് കൊടുത്തതും തന്നെ തിക്കാവും, കസ്റ്റാർഡ് അത്ര കുക്കാവാതെ വരും ചെയ്യും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്നതിനൊപ്പം തന്നെ ഇളക്കി കൊടുക്കുകയും വേണം. കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അടിയിൽ പിടിക്കും. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് കട്ടിയായിട്ടുള്ള കസ്റ്റാർഡാണ് കേട്ടോ വേണ്ടത്. അധികം ലൂസായിട്ടുള്ള അല്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള കസ്റ്റാർഡാണ് വേണ്ടത്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡേറ്റ്സ് ബോൾ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കുക. പാൻ ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ നട്ട്സ് വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ബദാമും കാഷ്നട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനോടൊപ്പം വാൾനട്ട്സ്, പിസ്ത, അങ്ങനെ ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊരു ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഈ നെയ്യിലിട്ട് വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു തേങ്ങ നെയ്യിലേക്കും നട്ട്സിലേക്കും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ചേർത്ത് കൊടുക്കുന്ന ഈത്തപ്പഴത്തിൽ നിന്ന് അത്യാവശ്യം മധുരം ഈ ഒരു ബോളിന് കിട്ടുന്നതാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് കുരു കളഞ്ഞ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഈത്തപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈത്തപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ചോപ്പ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇങ്ങനെ കുഴഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എടുക്കുന്ന ഈത്തപ്പഴം കുറച്ച് ഹാർഡായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരു കളഞ്ഞിട്ട് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് 1 മിനിറ്റ് ബട്ടറിൽ വഴറ്റിയതിന് ശേഷം ഈ ഒരു തേങ്ങ നട്ട്സിൻ്റെ കൂട്ടിലേക്ക് ആഡ് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് തന്നെ ഈ ഒരു നട്ട്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആ ഒരു തേങ്ങയും നട്ട്സുമായിട്ട് യോജിച്ച് കിട്ടും. ഈത്തപ്പഴം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങയും നട്ട്സും ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇവിടെ ഇപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ കൂടെ എല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെയായിട്ട് എടുത്ത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെയുള്ള ചെറിയ ബോൾസ് ആയിട്ടാണ് ഉരുട്ടിയെടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മിക്സ്ചർ കൊണ്ടും ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഷേപ്പ് ചെയ്ത് വെക്കാം. ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ഈത്തപ്പഴവും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. എന്നതിന് ശേഷം ഇതെങ്ങനെയാണ് സെർവ് ചെയ്യണതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് എടുക്കാം. ഇതിവിടെ ഇപ്പോൾ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ കസ്റ്റാർഡ് ഇപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇത് സെർവ് ചെയ്യാൻ തുടങ്ങാം.
അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചെറിയൊരു ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ 3/4 ഭാഗത്തോളം ഈ ഒരു തയ്യാറാക്കി വെച്ചിട്ടുള്ള തണുപ്പിച്ചെടുത്ത കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു രീതിയിലല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കുഞ്ഞു ബൗളിൽ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഈ ഒരു കസ്റ്റാർഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈത്തപ്പഴത്തിൻ്റെ ബോൾസ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ബോൾസ് ഒന്ന് മതി എന്നുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ല അത്യാവശ്യം കഴിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ 2 ബോൾസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള കസ്റ്റാർഡ് നമുക്ക് സെർവ് ചെയ്യാം. ഈ ഡേറ്റ്സ് ബോൾ ഈ ഒരു കസ്റ്റാർഡിലേക്ക് മിക്സ് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ. അങ്ങനെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു ഡേറ്റ്സ് ബോളിങ് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ കസ്റ്റാർഡ് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇതിൽ ചേർത്തിട്ടുള്ള ഡേറ്റ്സ് ബോൾ ആണെങ്കിൽ തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്, സെയിം ടൈം ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഇനാബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും നല്ല റെസിപ്പീസായിട്ട് കാണുന്നതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.